പഠനം മാത്രമല്ല ഓട്ടവും വശമുണ്ടെന്ന് തെളിയിച്ച ചില ഡോക്ടർമാരുടെ വാർത്തയിലേക്കാണ്. ഡോക്ടേഴ്സിന്റെ ചട്ടവിരുദ്ധ സ്വകാര്യ പ്രാക്ടീസിനെതിരെ സംസ്ഥാന വ്യാപകമായ വിജിലൻസിന്റെ റെയ്ഡ്. പത്തനംതിട്ടയിൽ പരിശോധനയ്ക്കിടെ 2 ഡോക്ടർമാർ കടന്നു കളഞ്ഞു. ചട്ടവിരുദ്ധമായി പ്രാക്ടീസ് ചെയ്ത 6 ഡോക്ടർമാർക്കെതിരെ വിജിലൻസ് വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യും. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. ശ്രീജിത്ത്, വീടിന്റെ പരിസരത്തിൽ വീട്ടിലിരുന്ന് സ്വകാര്യ പ്രാക്ടീസിന് അനുമതിയുണ്ട്, പക്ഷെ അതും കടന്ന് ഈ പ്രത്യേക റൂമുകൾ എടുത്ത് അല്ലെങ്കിൽ ഫാർമസി ലാബുകളൊക്കെ പരിസരത്തായി പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെയല്ലേ ഈ നടപടി? ഇപ്പോൾ കടന്നു കളഞ്ഞു പറഞ്ഞ ഡോക്ടേഴ്സിനെ പറ്റി വിവരമുണ്ടോ? അവർക്ക് ഇതിന് നടപടിക്ക് സാധ്യതയുണ്ടോ? സുഹേലെ, കൃത്യമായ വിവരമുണ്ട്. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനം ഒട്ടുക്കും ഇത്തരമൊരു പരിശോധന നടത്തിയത്. അത് ചില മേഖലകളിൽ ആലപ്പുഴയും അതുപോലെ തന്നെ ഇടുക്കിയും അതുപോലെ പത്തനംതിട്ടയും ആ മേഖലകളിലാണ് ഇപ്പോൾ പരിശോധന നടന്നിരിക്കുന്നത്. അത് ആരോഗ്യമന്ത്രിക്ക് കൃത്യമായ വിവരങ്ങൾ വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 2 ഡോക്ടേഴ്സ് അത് അവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അത് നൽകാനാകില്ല. വിജിലൻസിന്റെ ഒരു പ്രാഥമിക പരിശോധന അടക്കം ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. എന്തായാലും ഈ 2 ഡോക്ടേഴ്സ് ഒരു സ്വകാര്യ ലാബിന് പരിസരത്ത് ആയിരുന്നു ഇത്തരത്തിൽ ഒരു സ്വകാര്യ പ്രാക്ടീസ് നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇവർ വരുന്നുണ്ട്, ഈ വിജിലൻസ് സംഘം വരുന്നുണ്ട്, അവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ട്രാപ്പിലായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു. ദൃക്സാക്ഷികളടക്കം നമ്മളോട് പറയുന്നത് ഇറങ്ങി ഓടുകയായിരുന്നു ഈ 2 ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ വിജിലൻസ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത്. ശരി, പണത്തിന് ആർത്തി മൂത്ത ഇത്തരം ഡോക്ടേഴ്സിനെതിരെ നടപടി കർശനമാക്കും.